ഹലോ നമസ്കാരം കേട്ടാ. ഇന്ന് നമ്മള് ചെയ്യാൻ പോണത് ഫിഷിംഗ് അല്ല. ഇന്ന് നമ്മള് വീടുകളിൽ എങ്ങനെ ഗ്രോ ബാഗ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ ഞങ്ങളുടെ വീട്ടില് കുറച്ച് സ്ഥലമുള്ളൂ. ആ സ്ഥലത്ത് ഞങ്ങളിപ്പോൾ ഒരു വീട്ടിലേക്ക് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അത് പിന്നെ പറഞ്ഞുതരാം. അപ്പം അതിന് മുന്നോടിയായിട്ട് നമ്മൾ സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ മണ്ണ് കുഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഗ്രോ ബാഗ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് സംഭവം. ഈ ഗ്രോ ബാഗ് ചെയ്യാൻ മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്തെ വീടുകളിലൊക്കെ നമ്മൾ വീട് പണി നടക്കുമ്പോൾ അവിടെ ചാക്കുകൾ വേസ്റ്റ് വരില്ലേ. അപ്പോൾ എനിക്ക് നമ്മുടെ ഒരു ദീപകാട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുള്ള വീട് പണി കഴിഞ്ഞപ്പോൾ ടൈൽസിൻ്റെ ഒരു ഗ്രോ ബാഗ് സൈസിലുള്ള ഒരു ബാഗ് എനിക്ക് കുറച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലാണ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കാശ് ചിലവുകളൊന്നുമില്ല. തൊട്ടപ്പുറത്ത് നന്നൊരു മണ്ണെടുക്കുക, അപ്പോൾ സെറ്റ് ചെയ്യാം. അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെ എന്നിട്ട് വേപ്പൻ പിണ്ണാക്ക്, പിന്നെ ചകിരിച്ചോറ്, പിന്നെ മണ്ണ്. ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊന്നൊരു കിഡിലൻ ഗ്രോ ബാഗ് റെഡിയാക്കുക. ആ സാധനത്തിൽ നമ്മൾ വിത്ത് അല്ലെങ്കിൽ ചെടിയെ വെച്ചിട്ടുണ്ടെങ്കിലേ ഒരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യണം. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ നടാൻ വേണ്ടി വെച്ചിരിക്കുന്ന വിത്തുകളാണ് കേട്ടോ, ചെടികളാണ്. നമുക്ക് ഒരു വയലറ്റ് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ മേടിച്ചിട്ടുണ്ട്. ഇതും പിന്നെ കുറച്ച് 2 തക്കാളിയും, പിന്നെ ഇത് വള്ളിച്ചീര എന്ന് പറയും. ഇത് ഞാൻ മണ്ണുത്തിയിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോയി മേടിച്ചതാണ്. അവിടെ 2 രൂപയുള്ളൂ ഒരു തൈക്ക്. ഞാൻ വിത്തും മേടിച്ചിട്ടുണ്ട്, വിത്തും ചെയ്യാറുണ്ട്, തൈയും മേടിക്കാറുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നിന്നാകുമ്പോൾ നമുക്ക് നല്ല തൈകൾ കിട്ടും, വിത്തും കിട്ടും. ഇപ്രാവശ്യം ഞാൻ കുറ്റിപ്പയറും പിന്നെ ചീരയുടെ ഒക്കെ വിത്തുകൾ മേടിച്ചിട്ടുണ്ട്. പടവലത്തിൻ്റെ തൈ, ടൈപ്പക്കയുടെ തൈയൊക്കെ ഉണ്ട്. നമുക്കിതൊന്ന് വെക്കാം, ഗ്രോ ബാഗിൽ നമുക്ക് വെക്കാം. എൻ്റെ വീട് വെറും 2.5 സെൻറ്റ് സ്ഥലത്താണ് നിൽക്കണത്. ആ സ്ഥലം പിന്നെ തൊട്ടപ്പുറത്തുള്ള ചെറിയ സ്ഥലത്താണ് നമ്മൾ മാക്സിമം കൃഷി ചെയ്യണം. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ നമ്മൾ കാണിച്ചു തരാം. ഇത് വേണം നമ്മുടെ വെണ്ട, ഫ്രഷായിട്ട് വേണം നോക്കിയാൽ. അപ്പോൾ വെണ്ടക്കായ ഉണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വാ. ഇത് നമ്മുടെ പപ്പായ, ഇത് നമ്മുടെ കൊള്ളിയാണ്. കൊള്ളിയുണ്ട് ഇവിടെ. ഇത് വലുതായിട്ട് വരണുള്ളൂ നമ്മുടെ കോവക്കായ. ഈ സൈഡില് ഒരു കുട്ടികളുള്ള വീട്ടിലേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനമാണ് പനിക്കൂർക്ക. പിന്നെ ഇതൊക്കെ മിളകാണ്. മിളകൊക്കെ ഞങ്ങൾ പൊട്ടിച്ചു വെച്ചു. ഇതിപ്പോൾ മിളക് കുറേ ഉണ്ട്. അവിടെ മിളകുണ്ട്, വെള്ളമിളകുണ്ട്. വെള്ളമിളക് കാണിച്ചാ. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മള് ഇവിടെ മധുരക്കിഴങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് തുടങ്ങിയിട്ടുള്ളൂ, ഉണ്ടായി വരണുള്ളൂ. അപ്പൊ അതിന് അനുബന്ധമായിട്ട് നമ്മളിവിടെ സൈഡില് കുറച്ച് കൂന കൂട്ടിയിട്ടുണ്ട്, കുറച്ച് ചെടികൾ ഇപ്പൊ വിത്തുകൾ പാവിയുണ്ട്. അപ്പൊ അത് വന്നുകൊണ്ടിരിക്കുന്നു. തൊട്ടപ്പുറത്ത് നമ്മള് ഇവിടെ ക്യാബേജ്, കോളിഫ്ലവർ വിത്ത് പാവി മുളച്ച് വരുന്നുള്ളൂ. കുറച്ച് ലേറ്റായി, എന്നാലും ഞങ്ങൾ ചെയ്യാനുള്ള പരിപാടിയാണ്. പിന്നെ കൂർക്ക കൃഷിയുണ്ട്, കൂർക്ക സെറ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഈ ഗ്രോ ബാഗുകൾ എന്താ വെച്ചാൽ ഈ ഗ്രോ ബാഗുകളിലൊക്കെ നമ്മുടെ കൃഷി വിളവ് കഴിഞ്ഞു. ഇനി പുതിയതാണ് നടണം കേട്ടോ. ഇതൊക്കെ ഫുൾ മിളക് മാത്രമായി, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ പുതിയതായി നടണം. അപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു 5-10 മിളക് ചെടി ഉണ്ടെങ്കിൽ നമുക്കൊരു വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മിളക് കിട്ടും. ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ കുറ്റിക്കുരുമുളകാണ്. ഇതിൻ്റെ ഒരു വട്ടത്തെ വിളവെടുപ്പ് കഴിഞ്ഞു, ഇനി ഉണ്ടാവും. ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം കുരുമുളക് നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ കൂട്ടുകാരിക്ക് ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്വന്തം അലോവേര ഉണ്ട്. ഇത് നമ്മുടെ കൊണ്ടാട്ടമുളകാണ്. ഇപ്പോൾ ഒരു 2-3 ചെടികൾക്കുള്ള കൊണ്ടാട്ടമൊക്കെ നമുക്ക് അത്യാവശ്യം കിട്ടി കുറേ. ഇതും ഏകദേശം തീരാറായി. പിന്നെ ഇത് നമ്മുടെ ഉണ്ടായി വരണുള്ളൂ. ഇത് വഴുതനങ്ങ കുറച്ച് നമ്മൾ വിളവെടുത്തു. ഇത് നമ്മുടെ കുറ്റിപ്പയറാണ്, ഇപ്പം ഉണ്ടായി വരണുള്ളൂ. പിന്നെ ഇതിൽ മിളകിൻ്റെ തൈ ഉണ്ട്. ഇത് നമ്മുടെ കൂട്ടുകാരിയുടെ ഓമനിച്ച് വളർത്തുന്ന സ്ട്രോബെറിയാണ്. 2 സ്ട്രോബെറി ഉണ്ട്, സ്ട്രോബെറി ആയി വരണുള്ളൂ. ഇത് നമ്മുടെ മിൻ്റാണ്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മിൻറ്റ് ലൈം കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ വിഷമില്ലാത്ത മിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടുകാരി വളർത്തി ഉണ്ടാക്കണതാണ്. സെറ്റായിട്ടില്ല.
ഇത് വെള്ള കാന്താരിയുടെയും മറ്റേ കാന്താരിയുടെയും തൈകളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിൽ സെറ്റ് ചെയ്യാൻ പോവാം. പിന്നെ ഇതും അതെ, ഇത് വഴുതനങ്ങയുടെ ആണ്. വെണ്ടത്തൈയാണല്ലേ, സോറി. വഴുതനങ്ങ താഴെ നിൽക്കുന്നത്, വെണ്ട മുകളിൽ നിൽക്കുന്നത്. ഇത് നമ്മുടെ സ്വന്തം പാഷൻ ഫ്രൂട്ട് ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട്. മുകളിലേക്കാണ് പടർത്തിയിട്ടുള്ളത്. മുകളിൽ നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇതനി നമ്മൾ കാണിക്കാൻ പോണ മെയിൻ ഐറ്റം, നമ്മുടെ ഒരു വീടുകളിൽ ഒരു പപ്പായ മരം എന്തായാലും മസ്റ്റാണ്. കാരണം നമുക്ക് ഔഷധത്തിനും മറ്റേതിനും ശരീരത്തിനും ഒക്കേതിനും പപ്പായ വളരെ നല്ലതാണ്. അപ്പോൾ പപ്പായ വെക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും വെക്കാൻ നല്ലത് റെഡ് ലേഡി പപ്പായ വെക്കുകയാണ് നല്ലത്. കാരണം ഒരെണ്ണം തന്നെ ഒരു 3-3.5 കിലോ അല്ലെങ്കിൽ 2-2.5 കിലോ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അധികം സ്ഥലവും വേണ്ട. ഈ സാധനം മറ്റേ നാടൻ പപ്പായൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹൈറ്റിൽ പോകും. ഇതാണെങ്കിൽ അധികം ഹൈറ്റിൽ നമുക്ക് ഷുഗർ നോക്കിയാൽ കൈ എത്തിച്ച് പൊട്ടിക്കാം. അപ്പോൾ നമ്മുടെ റെഡ് ലേഡിയിൽ ഉണ്ടായിട്ടുള്ള റെഡ് ലേഡി ഞാൻ കാണിച്ചു തരാം. രണ്ടെണ്ണം ഞങ്ങൾ പൊട്ടിച്ചു. ഇവിടെ ഒരു ആട് വളർത്തൽ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആടൊക്കെ വരുന്ന കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ പിടിക്കും. അത് കാരണം ഞങ്ങൾക്ക് മൂടിയിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റെഡ് ലേഡി. അപ്പോൾ അതല്ലാണ്ടുള്ള പരിപാലനങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട. സുഖമായിട്ട് പോയിക്കോളും. കൈ കൊണ്ട് സുഖമായിട്ട് പൊട്ടിക്കാം. ഒരെണ്ണം തന്നെ അത്യാവശ്യം വേണ്ട, വലുപ്പമായി. ഇതിപ്പോൾ പഴുത്ത് വരാറായി. അടിഭാഗം കാണിച്ചാൽ. അപ്പോൾ എല്ലാവരും ചെറിയൊരു സ്ഥലം മതി. 1-2 റെഡ് ലേഡി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യമായി. പിന്നെ നമ്മുടെ വീടുകളിൽ മസ്റ്റാണ് ഒരു വേപ്പ് മരം. സ്ഥലം ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം വേണ്ടാന്ന് വെച്ചു. പക്ഷെ നമുക്ക് അത്യാവശ്യം ചെറിയ സ്ഥലത്ത്. ഇത് പിന്നെ നമ്മുടെ മത്തൻ മുകളിലേക്കാണ് ഞങ്ങൾ പടർത്തിയത്. താഴെ തന്നെ ഉണ്ടായിരുന്നു. അത് ഒരുവിധം മത്തങ്ങയൊക്കെ ഉണ്ടായി നമുക്ക് കിട്ടി. ഇത് ഇപ്പം ഇതിൽ മത്തങ്ങ ഉണ്ടാവുന്നുണ്ട്. ഇതാ ഇവിടെ ഒരു മത്തങ്ങ ഉണ്ടാവുന്നുണ്ട്. പിന്നെ നിറയെ പൂവിടുന്നുണ്ട്. ഇതിന് ഇവിടെ ഉണ്ട് ഒരു മത്തങ്ങ. അപ്പോൾ മത്തങ്ങയുടെ ഇങ്ങനെ കൃഷി എന്നുള്ളതൊക്കെ ഞാനൊരു ദിവസം വീഡിയോ ഇടുന്നുണ്ട്. അതിൻ്റെ കൃഷി രീതികളെല്ലാം എങ്ങനെയാണ് മത്തങ്ങ പൂവ് കൊഴിയാതെ നിറയെ മത്തങ്ങ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല ഉപകാരമാവും. പിന്നെ ഇതാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട് മുകളിലേക്ക് പടർത്തിയതാണ്. ഇതിലിപ്പോൾ കുറേ പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ചുണ്ട്. എല്ലാ സമയത്തും പാഷൻ ഫ്രൂട്ട് കിട്ടും. ഇതിൽ നിറയെ കായ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൃഷിയൊക്കെ എല്ലാവരും കണ്ടില്ലേ. നമുക്ക് എങ്ങനെ ഗ്രോ ബാഗ് നിറയ്ക്കാൻ നോക്കാം. ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് നമ്മുടെ ആളവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എന്നുള്ളത്. ഇത് ടൈലിന്റെ ചാക്കാന്നാണ് പറഞ്ഞത് പുള്ളിക്കാരൻ. 20 കിലോന്റെ ബാഗ്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഗ്രോ ബാഗ് നിങ്ങൾക്ക് മേടിക്കുകയാണെങ്കിൽ നല്ലത്. ഇതല്ലെങ്കിൽ ഇങ്ങനത്തെ മേടിച്ചിട്ട് ഇതേപോലെ മടക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്ലിൻ ഗ്രോ ബാഗ് റെഡി ആയി. ആണോ? പിന്നെ ഇത് നമ്മുടെ ടർട്ടിൽ വൈൻ പരീക്ഷണമാണ്. എനിക്ക് ആകെ ഒരു 2-3 തണ്ട കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ഞാൻ 2 എണ്ണത്തിൽ 3-4 എണ്ണമായിട്ട് വെച്ചതാണ്. ഇതിപ്പോൾ നന്നായി വളർന്നു വരുന്നുണ്ട്. ടർട്ടിൽ വൈനാണ്. പച്ചക്കറിയുടെ കൂടെ ഇത് ചെറുതായൊരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. ഇതിൽ നിന്ന് ഇനിയും നമുക്ക് നിറയെ ഉണ്ടാക്കാം. ഇതാണ് നമ്മളിന്ന് ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന മണ്ണ്. അതിൽ നമ്മൾ ഉള്ള പഴയ ഗ്രോ ബാഗിൽ പൊട്ടിപ്പൊളിഞ്ഞ ഗ്രോ ബാഗുകൾ അതിലെ മണ്ണൊക്കെ നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ എല്ലാ കല്ലും കട്ടയും ഒക്കെ ഒന്ന് പൊടിച്ച് ശരിയാക്കുക. അതാണ് ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യണത്. അപ്പോൾ എല്ലാ മണ്ണും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വളങ്ങൾ ചേർക്കാം. ആദ്യം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യണം. ഇതിലുള്ള കല്ലും കട്ടയൊക്കെ ഒന്ന് കളയണം.
അപ്പോൾ നമ്മൾ മണ്ണ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വളം ചേർക്കാണ്. ഇത് നമ്മൾ ഉണക്കി പൊടിച്ച ചാണകപ്പൊടിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചാണകപ്പൊടി വിതറി കൊടുക്കാം. ചാണകപ്പൊടി വിതറി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇത് വേപ്പും പിണ്ണാക്കാണ്. അത് 1 കിലോൻ്റെ വേപ്പും പിണ്ണാക്കാണ് നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കണേ. അപ്പോൾ വേപ്പും പിണ്ണാക്ക് ഇടാൻ പോകട്ടെ. ഒരുമാതിരി സ്മെല്ലാണ്, അത് മൂക്ക് കുത്തിരിക്കാം. അടുത്തായിട്ട് നമ്മൾ ചേർക്കണത് എല്ലുപൊടിയാണ് കേട്ടോ. അതും 1 കിലോൻ്റെ എല്ലുപൊടി തന്നെയാണ്. എല്ലുപൊടിയുടെ മണം സഹിക്കാൻ പറ്റും. പറയും. ഇനി നമുക്കത് മണ്ണും ഈ വളങ്ങളൊക്കെ കൂടി ചേർന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മണ്ണ് നിറയ്ക്കണമെങ്കിൽ മുന്നേ ആദ്യം കുറച്ച് ചകിരിച്ചോറ് നിറയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അത് സ്റ്റോർ ചെയ്തിട്ട് അടിയിൽ പിടിച്ച് ചെടിക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ചകിരിച്ചോറ് ഇതിലേക്ക് ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കരിയിലുള്ള ആൾക്കാരാണെങ്കിൽ കരിയില താഴെ ഇട്ട് കൊടുക്കാം കേട്ടോ. കരിയിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആദ്യം അടിയിൽ സെറ്റ് ചെയ്തിട്ട് പിന്നെ മേലെ മണ്ണിട്ടാൽ മതി. അപ്പോൾ മണ്ണിടുന്ന കുറേ ലാഭിക്കാം. ചകിരിച്ചോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. നമുക്ക് എല്ലാ പച്ചക്കറികൾക്കും നമുക്ക് ഇത് തന്നെ ചെയ്യാം കേട്ടോ. ഇനി കാബേജ്, കോളിഫ്ലവർ അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം മണ്ണ് നിറയ്ക്കുമ്പോൾ ഒരു ഹാഫ് മണ്ണ് നിറച്ചാൽ മതിയോ. പിന്നെ വളരുന്നതിനനുസരിച്ച് കൂട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നമ്മൾ തക്കാളിയും പടവലവും കാബേജും കോളിഫ്ലവറും വെക്കുന്നുണ്ട്, അതിനും കൂടി വെക്കുന്നുണ്ട്. എല്ലാത്തിനും നമുക്ക് ഈ മിക്സ് തന്നെ എടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാ ഗ്രോ ബാഗും നിറയ്ക്കാം. അപ്പോൾ നമ്മുടെ 2 ഗ്രോ ബാഗ് റെഡി ആയിട്ടുണ്ട്. ലേശം ചകിരിച്ചോറ് ഫ്രണ്ടിലൊന്നുകൂടി ഇട്ട് കൊടുക്കാം. അടിപൊളിയായിട്ട് ഗ്രോ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചെടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മണ്ണ് നിറച്ചിട്ടുള്ള ഗ്രോ ബാഗുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു 3, 6, 3, 6, 3, 9, 10, 11, പിന്നെ അവിടെ ഒരു 2, 5, 15, 16 ഗ്രോ ബാഗ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മണ്ണിട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്യണം. സെറ്റായതിന് ശേഷം സൈഡിലൊക്കെ ഹോൾ ഇട്ട് കൊടുക്കണം വെള്ളം പോകാൻ വേണ്ടിയിട്ട്. വെള്ളം തങ്ങി നിന്ന് കഴിഞ്ഞാൽ അത് ചെളിയായിട്ട് അത് ചെടി നാശവും. അപ്പോൾ വെള്ളം സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് റെഡി ആയാൽ നമ്മൾ ചെടികൾ വെക്കാൻ പോകണ്ട. ഇതൊരു പ്രത്യേക തരം ചീരയാണ്, വള്ളിച്ചീര എന്ന് പറയും. വള്ളിച്ചീര നമ്മൾ ഇറക്കി വെച്ചു, കുത്ത് കുഞ്ഞിന് മറിച്ചു. അപ്പോൾ നമ്മൾ ഈ ഗ്രോ ബാഗ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധിക്ക്. എന്താന്ന് പറയാം, അത് സൈഡ് നല്ലോണം നമ്മൾ ചുരുട്ടി മടക്കി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് ശരിക്കേ സൂര്യപ്രകാശം കിട്ടില്ല. അപ്പോൾ ചെടികൾക്ക് വളരാനും തടസ്സമാവും. അപ്പോൾ നമ്മൾ ഈ ഗ്രോ ബാഗ് വലുതാണ് നമ്മൾ വെക്കുക, ഇതുപോലെയൊക്കെ ചാക്കോ കവറൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം മടക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. നമ്മൾ ഓരോ ചെടിയായിട്ട് ഗ്രോ ബാഗിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വയലറ്റ് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈയാണ്.
ഞങ്ങളിവിടെ സ്ഥലം കുറവായ കാരണം ഗ്രോ ബാഗിൽ വെക്കണമെന്നേ ഉള്ളൂ. സാധാ പാഷൻ ഫ്രൂട്ടൊക്കെ നമ്മൾ മണ്ണിൽ തന്നെയാണ് നേരിട്ട് നടാം. ഇതിപ്പോൾ ഗ്രോ ബാഗിൽ നട്ടാലും ഇതിന് വേരൊക്കെ എന്തായാലും മണ്ണിനടിയിൽ തന്നെയായിരിക്കും. അപ്പോൾ ഗ്രോ ബാഗുകളിലൊക്കെ നമ്മൾ മണ്ണ് നിറച്ച് ചെടിക്ക് വെച്ച് ഉഷാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലുള്ള ടിപ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനി വരും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക,